പുള്ളി എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്, ആ പുള്ളിക്ക് പൈസ കുറഞ്ഞ് ആര് വരുന്നോ അവർക്ക് ക്യാമറ എടുത്ത് നമ്മൾ കൊടുക്കും. അത് വർക്ക് നന്നായിരിക്കണോ അല്ലയോ എന്നുള്ളതൊന്നും അവരുടെ കൺസേണിൽ വരുന്നതല്ല. നിങ്ങളുടെ വിശ്വസിച്ച് നിങ്ങൾക്ക് പെൺപിള്ളേർ ഫോട്ടോ എടുത്താൽ എന്ത് ശരിയാവൂലേ? ഇത്ര തുച്ഛമായ പൈസയ്ക്ക് നമ്മൾ ഒതുക്കി വിടാനാണ് എല്ലാവരും നോക്കണേ. പ്രത്യേകിച്ച് ഫീമെയിൽ ആയതുകൊണ്ട് തന്നെ ഇത് പറയുന്ന ഒരു മോള് കല്യാണം ഒക്കെ എടുത്തുള്ള പൈസ ഇഷ്ടംപോലെ പൈസ അടുക്കി ഇങ്ങനെ വെച്ചിരിക്കുന്നു. ഏകദേശം 1.5 ലക്ഷം രൂപ വരെ ഉള്ള പേയ്മെന്റ് വർക്ക് എടുത്തിട്ട് നമ്മൾ അവിടെ പോയി ഫോട്ടോ എടുത്തതിന് ശേഷം നമ്മളെ തിരിച്ചു വെച്ചാൽ 1300 അപർണ പേയ്മെന്റ് ഒരു വർഷത്തിൽ തന്നെ ഞാൻ അനുഭവിച്ച കഥകളെന്ന് പറഞ്ഞാൽ കുറച്ചധികമാണ്. സോ ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപർണ ഹിയർ ഗൈസ്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണോ വേണ്ടതെന്നൊക്കെ ഒരുപാട് ആലോചിച്ചു. കാരണം ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ എനിക്ക് ഹേറ്റേഴ്സ് വരുന്നതും നെഗറ്റീവ് കമൻസും ചിലപ്പോൾ വരാം. അതുകൊണ്ട് തന്നെ കുറച്ച് ആലോചിച്ച് കുറച്ച് പേരുടെ ചോദിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം നാളൊരു സമയത്ത് വേറൊരാൾ വന്നിട്ട് നീ എന്തിനാ അങ്ങനെ പറഞ്ഞേ എന്ന് ചോദിക്കാൻ പാടില്ലല്ലോ. സോ നമുക്ക് കണ്ടന്റിലോട്ട് വരാം. അപ്പോൾ ഞാനൊരു ഫീമെയിൽ ഫോട്ടോഗ്രാഫറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷം ആവുന്നതേ ഉള്ളൂ. ഈ 1 വർഷത്തിൽ തന്നെ ഞാൻ അനുഭവിച്ച കഥകളെന്ന് പറഞ്ഞാൽ കുറച്ചധികമാണ്. നമ്മൾ ഈ ഫീമെയിൽ ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഫീൽഡിലൂടെ ഇറങ്ങിയപ്പം ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ നോക്കിയും കണ്ടും മാത്രമേ നിൽക്കാവൂ, ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടാനുള്ള ചാൻസ് കൂടുതലാണെന്ന്. അന്ന് അത് ഞാൻ വലിയ കാര്യമായിട്ട് എടുത്തില്ല. പക്ഷേ ഈ ഒരു 1 വർഷം കഴിയുമ്പോഴത്തേനും എനിക്കത് ഒരുപാട് അനുഭവത്തിൽ നിന്ന് മനസ്സിലായി. അത് ഈവൻ നമ്മുടെ ക്ലയൻറ്റ് മാത്രമല്ല, നമ്മുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോഗ്രാഫേഴ്സ് ആയാലും അല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്കുന്ന പണി തരാനായിട്ട് ഒരുപാട് പേരുണ്ട്. ആ പണികളെല്ലാം ഞാനിപ്പോൾ ഇങ്ങനെ കണ്ടറിഞ്ഞ് പക്ഷേ ഭാഗ്യത്തിന് ഞാനെന്തോ വീണ് പോയില്ല, അങ്ങനെ വേണം പറയാൻ. വീണ് പോകാനുള്ള സിറ്റുവേഷൻ വരെ ഞാൻ എത്തിയില്ല. അപ്പോൾ ഇപ്പം കുറേയൊക്കെ മനസ്സിലായി തുടങ്ങി. ഞാൻ ഫസ്റ്റ് തുടങ്ങിയത് തന്നെ മോഡൽ ഷൂട്ടിലായിരുന്നു. മോഡൽ ഷൂട്ടിൽ ഞാൻ ഇതുവരെ ഒരു കൊളാബായിട്ട് ഞാൻ ചെയ്തിട്ടില്ല. 1-2 മാത്രമേ ഞാൻ കൊളാബായിട്ട് ചെയ്തിട്ടുള്ളൂ. അതും വേറൊരു വർക്കിന് വേണ്ടി ഞാൻ ക്യാമറ എടുത്തിട്ട് അങ്ങനെ എന്തോ ആണ് കൊളാബ് ചെയ്തത്. ഏകദേശം ഒരു കോവിഡ് ടൈം കഴിഞ്ഞപ്പോൾ തൊട്ടാണ് ഈ കൊളാബറേഷൻ എന്ന് പറയുന്ന സംഭവം തുടങ്ങിയത്. അപ്പോൾ ഈ കൊളാബറേഷൻ വന്നതിന് ശേഷം സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ, ഈ നോർമൽ ഫോട്ടോഗ്രാഫേഴ്സ് അല്ലെങ്കിൽ നല്ല ആൾക്കാർക്ക് ഈ കൊളാബ്സ് എടുക്കുന്നത് അത്ര നല്ലതായിട്ട് തോന്നാറില്ല. എനിക്കും പൊതുവെ കൊളാബ്സ് എടുക്കുന്നത് നല്ലതായിട്ട് തോന്നാറില്ല. കാരണം നമ്മൾ പോയി വെറുതെ അവർക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് എന്തൊരു കാര്യം ചെയ്യുക എന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ എന്ത് വർക്ക് എടുത്താലും അതിന് നമുക്ക് പേയ്മെൻറ്റ് കിട്ടണം. നമ്മൾ എഫേർട്ട് ഇടുന്നതിന് നമുക്ക് തിരിച്ച് പേയ്മെൻറ്റ് കിട്ടണം. അപ്പം ഈ കൊളാബ് എന്നുള്ളൊരു സാധനം സത്യം പറഞ്ഞാൽ ഭയങ്കര മോശമായിട്ടുള്ളതാണ്. അപ്പോൾ ചോദിക്കും, അത് ബാക്കിയുള്ള എല്ലാവരും ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഈ കൊളാബ് എടുക്കാറില്ലേ എന്ന് ചോദിക്കും. എടുക്കാറുണ്ട്, ഞാനും പറയുന്നു. കാരണം എനിക്ക് ഒരു വർക്ക് വന്ന ഒരു പുള്ളിക്കാരി വന്നിട്ട് ഈ വലിയ കൂടിയ ഫോട്ടോഗ്രാഫറിൻ്റെ അടുത്ത് പോയി കൊളാബ് വീഡിയോ എടുത്തതിന് ശേഷം എൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചവരും, ഇത്രയും വലിയ ആൾക്കാർ നമുക്ക് കൊളാബ് വരാനുണ്ട്, അപ്പോൾ പിന്നെ തനിക്ക് എന്താ കൊളാബ് തന്നാലെന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. ആക്ച്വലി അവർക്കൊക്കെ സ്വന്തമായിട്ട് ക്യാമറ ഉണ്ട്. ഞാൻ ഒരു സ്വന്തമായിട്ട് ക്യാമറ ഇല്ലാതെ ഞാൻ റെൻ്റ് എടുത്താണ് ഞാൻ വർക്കുകളൊക്കെ ഫസ്റ്റ് തൊട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും എൻ്റെ കയ്യിൽ സ്വന്തമായിട്ടൊരു ക്യാമറ ഇല്ല. പക്ഷേ എൻ്റെ വർക്ക് കഴിഞ്ഞ ഒരു ക്ലയൻറ്റും എൻ്റെ അടുത്ത് ഇതുവരെ മോശമായിട്ടൊരു അഭിപ്രായം പറയാത്തത് കൊണ്ട് തന്നെ എനിക്ക് വീണ്ടും അങ്ങനെ തന്നെ എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇപ്പോൾ അത്രയും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ ക്യാമറ ഒന്നും എടുക്കാതെ ഇത് കണക്കിന് പോകുന്നു. ഇനി സെക്കൻഡ് വൺ വന്നിട്ട്, നമുക്ക് കൂടെ നിന്ന് പണി തരാനായിട്ട് ഒരുപാട് പേരുണ്ട്. മെയിനായിട്ട് വരുന്നത് പേയ്മെൻറ്റിൻ്റെ ഇഷ്യൂവിലാണ്. പേയ്മെൻറ്റിൻ്റെ ഇഷ്യൂവിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഫസ്റ്റ് ടൈം ഒരു അസിസ്റ്റൻ്റായിട്ട് ഒരു വെഡ്ഡിങ്ങിൻ്റെ കൂടെ പോയപ്പം എനിക്ക് കിട്ടിയ പേയ്മെൻറ്റ് 1000 ആയിരുന്നു. അതിൽ ഞാൻ വലിയ പണിയൊന്നും ചെയ്തില്ല. അപ്പോൾ എനിക്ക് 1000 കിട്ടിയാലും എനിക്ക് വലിയ വിഷയമൊന്നും ഇല്ലായിരുന്നു, നമുക്ക് അത്രയല്ലേ ഉള്ളൂ. പക്ഷേ ഈ ഒരു 1 വർഷം കഴിഞ്ഞിട്ടും വേറൊരു വർക്ക് കണ്ട് നമ്മളെ വിളിച്ച് കൊണ്ടുപോയ വേറെ ഫോട്ടോഗ്രാഫേഴ്സ് ഏകദേശം 1.5 ലക്ഷം രൂപ വരെ ഉള്ള പേയ്മെൻറ്റ് വർക്ക് എടുത്തിട്ട് നമ്മൾ അവിടെ പോയി നിന്ന് ഫോട്ടോ എടുത്തതിന് ശേഷം നമ്മളടുത്ത് വിളിച്ച് വെച്ചിട്ട് പറഞ്ഞു 1300 അല്ലേ അപർണ പേയ്മെൻറ്റ് എന്ന്. അപ്പോൾ നമ്മുടെ അവസ്ഥ എത്രത്തോളം താഴെയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എല്ലാവരും ചോദിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ ഫോട്ടോഗ്രാഫറൊക്കെ അല്ലേ, ഇപ്പോൾ നല്ല പൈസയൊക്കെ ആണല്ലോ, വർക്കൊക്കെ കിട്ടുന്നുണ്ടല്ലോ, ഭയങ്കര പൈസയൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നതാണ് എല്ലാവരും വിചാരിക്കുന്നത്. ആക്ച്വലി സംഭവം വന്നിട്ട് ഇത്രയാണ്. ഇത്ര തുച്ഛമായ പൈസയ്ക്ക് നമ്മൾ ഒതുക്കി വിടാനാണ് എല്ലാവരും നോക്കണേ. പ്രത്യേകിച്ച് ഫീമെയിൽ ആയതുകൊണ്ട് തന്നെ, ഈ ഫീമെയിൽ ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് ഒരുപാട് സ്ഥലത്തു നിന്ന് എനിക്ക് ഭയങ്കര മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈവൻ നമ്മളൊരു കല്യാണ വർക്കിന് പോയാൽ പോലും കുറേ മാമന്മാരും മമ്മിമാരും അത്രയും ചോദിക്കും, ഇപ്പോൾ പെണ്ണാണോ ഫോട്ടോ എടുക്കണേ, പെൺപിള്ളേർ ഫോട്ടോ എടുത്താൽ എന്ത് ശരിയാവൂലേ, ആൺപിള്ളേർക്ക് മാത്രം എന്തെങ്കിലും കൊമ്പുണ്ടോ? അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള മെയിൽ ഫോട്ടോഗ്രാഫേഴ്സ് ആയാലും
നമുക്ക് പറഞ്ഞിടാത്തവരായാൽ പോലും അവരുടനെ നമ്മൾ ഭയങ്കര പുച്ഛമാവത്തു. എൻ്റെ അടുത്ത് ഈ കഴിഞ്ഞൊരു വർക്കിന് ഒരു ക്യാമറ തന്നിട്ട് ഒരു പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ അപർണ ലൈറ്റ് മാറ്റണത് ഇവിടെയാണ്, ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. നമുക്കെന്തോ ഒന്നും അറിഞ്ഞിടാന്നുള്ളൊരു രീതിക്ക് ഈ ഒരു പ്രവണത എന്നാണ് നമ്മളെ നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരൊക്കെ മനസ്സിൽ നിന്ന് മാറുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് ഒരുപാട് ഫീമെയിൽ ഫോട്ടോഗ്രാഫേഴ്സ് ഇങ്ങനെ വളർന്നു വരുന്നുണ്ട്. അവരെയൊക്കെ അടിച്ച് താഴ്ത്തും പോലെയാണ് എനിക്ക് ഇതൊക്കെ തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ ഒരു ഫംഗ്ഷൻ്റെ വർക്ക് അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു ഇനി ഫംഗ്ഷൻ വർക്കൊന്നും ഞാൻ എടുക്കുന്നില്ല. കാരണം നമുക്ക് എത്രയെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മെൻ്റൽ സ്റ്റെബിലിറ്റിയാണ് നമുക്ക് ഏറ്റവും വലുത്. ഈ ആൾക്കാരൊക്കെ നമ്മളിങ്ങനെ താഴ്ത്തുമ്പോഴത്തേനും നമുക്ക് തന്നെ തോന്നും ഇതൊന്നും വേണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ മോഡൽ ഫോട്ടോഷൂട്ടാണ് ഏറ്റവും അടിപൊളി എന്നാണ് എനിക്ക് തോന്നാറ്. അതാകുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ ഇത് മാത്രം നോക്കിയാൽ മതി. നമുക്ക് ഇത്രയും പേര് വായിരിക്കണ കേട്ടിട്ട് അല്ലെങ്കിൽ എല്ലാവരുടെയും പുച്ഛഭാവം കണ്ട് വെറും തുച്ഛമായ റേറ്റിന് നമുക്ക് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എങ്ങനെ പോയാലും പുറത്തുനിന്ന് ഒരു കല്യാണത്തിന് പോകുന്ന ഒരു ഫോട്ടോഗ്രാഫറിന് കിട്ടാനുള്ള ഒരു മിനിമം തുക ഉണ്ട്. ഞാൻ ആ തുക ഇപ്പോൾ പറയുന്നില്ല. സോ അങ്ങനെ നമ്മുടെ ആ ഒരു തുക പോലും തന്നെ അതിൻ്റെ പകുതി പോലും തരാതെ നമ്മളെ പറഞ്ഞു വിടാൻ നിൽക്കുന്ന ഒരുപാട് പേര് ലിസ്റ്റിലുണ്ട്. കാരണം അവളൊരു പെണ്ണല്ലേ, എന്ന് വെച്ചാൽ എല്ലാവരും ചോദിക്കുന്ന ഇതാണ്, നീ എത്രത്തോളമൊന്നും എത്തിയില്ല. നമ്മൾ എത്തണമെങ്കിൽ നമുക്കൊരു സപ്പോർട്ട് വേണ്ടേ? നമുക്ക് ആരും ഒരു ഇടയ്ക്ക് നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കർ ഹെഡ്ഫോൺ ഒന്ന് കണക്ഷൻ പോയതാണ്. അപ്പോൾ ഇങ്ങനെയാണ് മെയിനായിട്ടുള്ള കാര്യം. കുറേ പേരൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു, നല്ലത് മാത്രം പറഞ്ഞു തരും. അങ്ങനെ പറഞ്ഞു തരണം ഒരുപാട് പേര് ഇപ്പോഴും എനിക്ക് കൂട്ടത്തിലുണ്ട്. എൻ്റെ അടുത്ത് എല്ലാവരും പറയുന്നത് വെച്ചാൽ അപർണ നീ ഇപ്പം വെഡ്ഡിങ് വർക്ക് എടുക്കാൻ പോകണ്ട. കാരണം വെഡ്ഡിങ് വർക്കിന് പോയാൽ നമ്മുടെ പറ്റിക്കാൻ മാത്രമേ ആളുള്ളൂ. പക്ഷേ പുറമേ നിന്ന് കാണുന്ന ഫ്രണ്ട്സ് ആയാലും ഫാമിലിയിലുള്ളവരായാലും എല്ലാവരും പറയുന്നതെന്ന് വെച്ചാൽ അവൾ കല്യാണ വർക്കൊക്കെ എടുത്ത് അവളിൽ പൈസ ഇഷ്ടം പോലും ഉണ്ട്, പൈസ അടുക്കി ഇങ്ങനെ വെച്ചിരിക്കുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെ വരുവാണ്? സത്യം പറഞ്ഞാൽ നമ്മുടെ അവസ്ഥ നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ജസ്റ്റ് 1 ഹവറിലെ വർക്കെന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ച് എടുത്തെടുത്ത് അത് ചിലപ്പോൾ 3 മണിക്കൂർ വരെ പോകും. പിന്നെ ഈ ക്ലയൻ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു എമൗണ്ട് പറഞ്ഞാലും അതിൽ നിന്ന് മാക്സിമം അവർ നമ്മളെ താഴ്ത്തി കൊണ്ടുപോകാൻ നോക്കും. ഫസ്റ്റൊക്കെ ഞാൻ അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്ത് കുറഞ്ഞ റേറ്റിന് എടുത്തിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞത് 500 രൂപയ്ക്ക് വരെ ഞാൻ വർക്ക് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് പുറത്ത് ഉള്ള ഫോട്ടോഗ്രാഫേഴ്സ് എടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എന്നെ നല്ലതായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ നീ ബാക്കിയുള്ളവരെ വില കളയാനായിട്ട് ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ഞാൻ പഠിച്ചു, നമ്മളൊരു എമൗണ്ട് പറഞ്ഞാൽ ആ എമൗണ്ടിന് അവർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ, അതില്ലെങ്കിൽ വേണ്ട പോട്ടെ, വർക്കില്ലാതിരിക്കുന്നത് അതിലും ഭേദമാണെന്ന് എല്ലാവരും പറഞ്ഞു. ഈവൻ എന്നെക്കാളും ഇളയ ആൾ വരെ, എൻ്റെ ജൂനിയർ വരെ എന്നോട് പറഞ്ഞു, ചേച്ചി എന്തിനാ ഇത്ര കുറഞ്ഞ റേറ്റിൽ എടുക്കാൻ വേണ്ടി പോകുന്നത്, നമുക്ക് വർക്കില്ലെങ്കിൽ വർക്കില്ലെന്നേ ഉള്ളൂ, വരുന്നത് നല്ലതായിട്ട് നമ്മൾ എടുക്കാൻ നോക്കുക. സോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഈ വലിയ ചില ഫോട്ടോഗ്രാഫേഴ്സ് എന്ന് വെച്ചാൽ ആൾക്കാരെ കഴുത്തറുത്ത് പൈസ ഉണ്ടാക്കിയിട്ട്, ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, ആൾക്കാരെ കഴുത്തറുത്ത് അവരിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് അവരൊക്കെ ചെയ്തു കൊടുക്കുന്ന വർക്ക് അല്ലെങ്കിൽ ആ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഒരു തേങ്ങയ്ക്കും കൊള്ളാത്ത സാധനങ്ങളായിരിക്കും. അപ്പം ഞാൻ ആലോചിച്ചിട്ടുണ്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നവർക്ക് എന്ത് ബെനിഫിറ്റാണ് കിട്ടുന്നതെന്ന്. പിന്നെ വേറൊരു കേസ് പറയുവാണെങ്കിൽ ഈ പറയും പോലെ ഇപ്പം ഈ ഒരു കോവിഡ് കഴിഞ്ഞ ടൈമിൽ എല്ലാവരും ക്യാമറയും തൂക്കി ഫോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞിറങ്ങുന്നുണ്ട്. ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല, ഇറങ്ങുന്നുണ്ട്. പക്ഷേ സിൻസിയാരിറ്റി, ഐ മീൻ നമ്മളെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നത് വളരെ കുറച്ച് ആൾക്കാരാണ്. ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ലിസ്റ്റ് തന്നെ ഉള്ളവരായാൽ പോലും അവർ ഈ പറയുന്ന ഏറ്റവും കുറഞ്ഞ ക്യാമറ എടുത്ത്, ചിലപ്പോൾ റെൻറ്റ് പോലും കൊടുക്കണ്ടാത്ത ക്യാമറ എടുത്ത് ആൾക്കാരിൽ നിന്ന് കൂടുതൽ പൈസയ്ക്ക് വർക്ക് എടുക്കും. അതിൽ ഔട്ട് എങ്ങനെ അത്ര ഇതല്ല, പക്ഷെ അവർക്ക് ലാഭമുണ്ട്. അപ്പോൾ അവർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, നീ എന്തിനാണ് ഇങ്ങനെ പൈസ കൊടുത്ത് നീ ക്യാമറ എടുത്ത് മുടക്കി നിനക്ക് നഷ്ടത്തിന് വർക്ക് എടുക്കുന്നത്? എൻ്റെ വർക്ക് കഴിഞ്ഞ് വരുന്ന ഒരു ക്ലയൻറ്റിന് ഒരിക്കലും അവർക്ക് ആ ഫോട്ടോ ഇഷ്ടപ്പെടാതിരിക്കരുതെന്ന് എനിക്കൊരു നിർബന്ധമുണ്ട്. ആരായാലും അവർക്ക് ഔട്ട് കാണുമ്പോഴത്തേനും അവർക്ക് ഇഷ്ടപ്പെടണം. അതെൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമായാലും കുഴപ്പമില്ല. നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴത്തേനും അവർ നമുക്ക് തരുന്ന ആ ഒരു ട്രസ്റ്റ് നമ്മൾ തിരിച്ചു കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഒരു വർക്കും ഇതുവരെ ഒരു ഏറ്റവും കുറഞ്ഞത് ഞാൻ എടുത്തിട്ടുള്ള ഏറ്റവും കുറഞ്ഞ ക്യാമറ എന്ന് പറയുന്നത് കനോൺ EOS R ആണ്. അതിലും കുറഞ്ഞ ക്യാമറകൾ ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. കനോൺ EOS R, അതുപോലെ M3 M4, ഇത് 3ഉമാണ് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യണേ. ഇതിലും കുറഞ്ഞ ക്യാമറയിൽ ഞാൻ എടുത്തിട്ടില്ല. പക്ഷേ കുറേ പേർക്ക് DSLR എടുത്തിട്ട് പോലും വലിയ എമൗണ്ട് പറഞ്ഞ് കല്യാണ വർക്ക് വരെ എടുക്കുന്നവരുണ്ട്. പക്ഷെ അതൊക്കെ കാണുമ്പോൾ ഞാൻ ആലോചിക്കും, നമ്മളൊക്കെ ഇത്ര ആത്മാർത്ഥത കാണിച്ചിട്ട് നമുക്ക് എന്താണ് കിട്ടുന്നതെന്ന്. നമുക്കൊരു തേങ്ങയും കിട്ടൂല. നമുക്ക് കിട്ടുന്നത് കുറേ കളിയാക്കൽ, അതുപോലെ ഈ പറയുമ്പോൾ പുച്ഛം,
ലൈക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും നിങ്ങൾ ഫോട്ടോഗ്രാഫേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാനുള്ളത് ഇത്ര കാര്യമാണ്. ഒന്ന്, നിങ്ങളൊരു ഫിക്സഡ് എമൗണ്ട് വയ്ക്കണം. അതിപ്പോൾ തുടക്കത്തിലായാൽ പോലും നിങ്ങളൊരു ഫിക്സഡ് എമൗണ്ട്, നിങ്ങളെ വർക്കിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഫിക്സഡ് എമൗണ്ട് വെച്ചതിന് ശേഷം മാത്രം വർക്ക് എടുക്കുക. ഫസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് റെഫറൻസ് നോക്കുക, എല്ലാവർക്കും തിരക്കിയിട്ട് എത്രയൊക്കെയാണ് എമൗണ്ട് എന്നുള്ള ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഒരു ഫിക്സഡ് എമൗണ്ട് ഫിക്സ് ചെയ്യുക. ആ ഒരു എമൗണ്ടിൽ വരുന്ന വർക്ക് മാത്രം എടുക്കുക. അല്ലാതെ അവരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള വർക്കിന് നമ്മൾ ഒരിക്കലും പോകരുത്. അങ്ങനെ പോയി പെട്ട ഒരവസ്ഥയാണ് ഞാൻ. ഓക്കെ, അങ്ങനെ ഒരു എമൗണ്ട് ഫിക്സ് ചെയ്യുക. പിന്നെ നമ്മുടെ കഴിവിൽ നമുക്ക് വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ആരും പറയുന്നത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഈവൻ ഞാനൊരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇമോഷണലി ഞാൻ വീക്ക് ആയതുകൊണ്ടും എനിക്ക് ഈ പറയുന്ന നമ്മുടെ ഈ സീനിയർ ഫോട്ടോഗ്രാഫേഴ്സ് ആയാൽ പോലും അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കളിയാക്കി പിന്നെ തീർന്ന് പിന്നെ ഫുൾ ബ്ലാങ്ക് ആണ്. എന്ത് പറയണം, എന്ത് ചെയ്യണം എന്നൊന്നും റിയാക്ട് ചെയ്യാനുള്ള സ്ഥലത്തുനിന്ന് നമ്മൾ റിയാക്ട് ചെയ്യാതെ ഇങ്ങനെ മിണ്ടാതിരിക്കും. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഇപ്പം ഞാനത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്രയും നാൾ നമ്മൾ പാഷനായിട്ട് കാണുന്ന കാര്യങ്ങൾ, നമ്മൾ ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മളെ ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേനും അതും ഒരിക്കലും നമ്മളെ ക്ലയൻ്റ് ആയിരിക്കത്തില്ല പറയുന്നത്. ഇതുപോലെ വേറെ ഫോട്ടോഗ്രാഫേഴ്സ് അല്ലെങ്കിൽ ഈ പറയും പോലെ പൈസ ഇറക്കാൻ മടിയുള്ള കുറച്ച് ടീംസ് മാത്രമേ ഇങ്ങനെ പറയത്തുള്ളൂ. സത്യം പറഞ്ഞാൽ ഇപ്പം ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നവർ വളരെ വളരെ കുറവാണ്. എല്ലാവരും പൈസയ്ക്ക് വേണ്ടി മാത്രമാണ്. അത് ഞാൻ ഈ ഒരു കഴിഞ്ഞൊരു കല്യാണം അറ്റൻഡ് ചെയ്തതോടുകൂടി എനിക്കത് മനസ്സിലായി. കാരണം ആ പുള്ളി എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്, ആ പുള്ളിക്ക് പൈസ കുറഞ്ഞ് ആര് വരുന്നോ അവർക്ക് ക്യാമറ എടുത്ത് അങ്ങ് കൊടുക്കും. അത് വർക്ക് നന്നായിരിക്കണോ അല്ലയോ എന്നുള്ളതൊന്നും അവരെ കൺസേണിൽ വരുന്നതേ അല്ല. അപ്പം ഞാൻ തിരിച്ച് ചോദിച്ച കാര്യമാണ്, അപ്പം നിങ്ങളുടെ വിശ്വസിച്ച് നിങ്ങൾക്ക് വർക്ക് തരുന്ന ഒരാൾക്ക് നന്നായിട്ട് ചെയ്തു കൊടുക്കണമെന്ന് നിൽക്കില്ലേ? ഞാനത് നോക്കുന്നില്ല, എനിക്ക് പൈസ മതി. ഇതാണ് നമ്മുടെ ഇന്നത്തെ കാലത്തെ ഈ ഒരു ഫോട്ടോഗ്രാഫേഴ്സിന് ഇടയ്ക്കൊക്കെ നടക്കുന്ന പ്രശ്നങ്ങൾ. പക്ഷേ ഇതൊന്നും പുറത്ത് ആർക്കും അങ്ങനെ അറിയത്തില്ല. ഇതൊക്കെ അറിയിക്കണമെന്നുണ്ടെങ്കിലും കുറേ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ലാസ്റ്റ് നമുക്ക് തന്നെ ഒരു പണി കിട്ടും എന്ന് വിചാരിച്ച് തന്നെ മിണ്ടാതിരിക്കുന്നവരാണ് കൂടുതൽ പേരും. അതിലൊരാളായിരുന്നു ഞാനും. പക്ഷെ ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് പുറത്തറിയണം, എല്ലാവരും അറിയണം. സത്യം പറഞ്ഞാൽ ഇപ്പം ഉള്ള നല്ല ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഈ വെഡ്ഡിങ് ഫീൽഡ് വിട്ടിട്ട് അവർ ഈ വൈൽഡ് ലൈഫൊക്കെ എടുക്കുന്നതാണ് കൂടുതൽ. അപ്പോൾ അങ്ങനെയുള്ളവരുടെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട്, അതെന്താ നിങ്ങളങ്ങനെ? അത് നിങ്ങൾ വന്നല്ലേ ഉള്ളൂ, കുറച്ച് നാൾ കഴിയുമ്പോൾ അത് മനസ്സിലാവും. ഞാനതിപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ആക്ച്വലി നമ്മൾ ഈ മോഡൽ ഷൂട്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ ഷൂട്ട് അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് ഇതൊക്കെയാണ് നല്ല സുഖമുള്ള പരിപാടി. അതാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഒക്കെ ചെയ്യാം. പക്ഷേ ഈ വെഡ്ഡിങ് അല്ലാത്ത ഫങ്ഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ നമ്മൾ ആ ഒരു വർക്കിൽ ഒരിക്കലും ആത്മാർത്ഥത കാണിക്കാൻ പാടില്ല. ഫങ്ഷൻസ് എടുക്കുമ്പോഴത്തേനും നമ്മൾ പൈസ മാത്രം നോക്കി മാത്രമേ എടുക്കാവൂ. ഇപ്പോൾ നമ്മൾ എടുത്ത് എഡിറ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് കൊടുക്കുമ്പോഴും ലാസ്റ്റ് തിങ് അതാണ്, നമ്മളെല്ലാം ചെയ്ത് കൊടുത്തെന്ന് വിചാരിച്ചു എമൗണ്ട് തരാൻ നേരത്തൊരു പിടച്ചിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തരത്തില്ല. പക്ഷേ ഒരു തരത്തിൽ ഞാൻ പറയാം, എനിക്കിപ്പോഴും ഞാൻ പറയുന്നു, ഞാൻ പറഞ്ഞൊരു എമൗണ്ടിനെക്കാളും കൂടുതൽ തന്ന ക്ലയൻറ്റ് വരെ എനിക്കുണ്ടായിരുന്നു. കാരണം ഞാൻ എക്സ്ട്രാ ഒരു ടൈം നിന്നു എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞ എമൗണ്ടിനേക്കാളും കൂടുതൽ അന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഇങ്ങനെയൊക്കെയുള്ള ക്ലയൻറ്റ് ഉണ്ടോ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെയൊക്കെ ഉള്ളവരാണ് സത്യം പറഞ്ഞാൽ നമുക്ക് വേണ്ടത്. നമ്മളിപ്പം 1-2 മണിക്കൂർ നമ്മൾ കൂടുതൽ നിന്നു, അവർ കൂടുതൽ നിന്നതാണ്, അപ്പോൾ അവർക്ക് അത് കൊടുക്കണം എന്നുള്ളൊരു മനസ്സുള്ളത് കുറവാണ്. നമ്മളെ മാക്സിമം സമയം പിടിച്ച് നിർത്തി ചെയ്യാനാണ് കൂടുതൽ. ഞാൻ പറയുവാണെങ്കിൽ ഈ ബൊട്ടീക്ക് അതുപോലെ ലൈക്ക് അങ്ങനെയുള്ളവരാണ് നമ്മളെ ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നീ ഒന്ന് വീഡിയോ എടുക്കാൻ വാ, നീ 2 ഫോട്ടോ എടുത്തത് ഫോണിലായാലും മതി എന്ന് പറയും. സത്യം പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഫോട്ടോയ്ക്ക് അല്ലെങ്കിൽ വീഡിയോയ്ക്ക് നമ്മുടെ ഉദ്ദേശിക്കുന്ന ഔട്ട് കിട്ടണമെങ്കിൽ നമ്മുടെ ആ ഒരു എക്യുപ്മെൻറ്റ് വേണം. പക്ഷെ അവർ പറയുന്നത് അവർക്ക് ഫോണിലായാലും മതി. ഫോണിലെങ്ങനെയാണ് നമ്മളങ്ങനെ? ഇപ്പോൾ ഫോണിൽ ഓക്കെ ഫോട്ടോ പറ്റും, പക്ഷേ ക്യാമറയിലെടുത്ത് അതിൻ്റെ ഔട്ട് കണ്ടതിന് ശേഷം നമ്മൾ ഫോണിലൂടെ തിരിച്ചു വരുന്നത് ഭയങ്കര കുറവാണ്. അപ്പോൾ ഇത് കണക്ക് നമ്മുടെ മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് നമുക്ക് ചുറ്റും. ഇതിൻ്റെ ഇടയിൽ നിന്നൊക്കെയാണ് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ വർക്ക് എടുത്ത് വരുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് കുറേ പേര് ചോദിക്കും, വർക്കൊക്കെ ഉണ്ടല്ലോ ഇനി എന്ത് വേണം എന്നൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ അവസ്ഥ.
അതുകൊണ്ട് ആരും ജസ്റ്റ് നമ്മളിടുന്ന ഫോട്ടോ അല്ലെങ്കിൽ നമുക്ക് വർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആരെയും വിലയിരുത്താനായിട്ട് പോകരുത്. ഇനി അഥവാ ഫോട്ടോഗ്രാഫിയിലോട്ട് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മുന്നിൽ കണ്ടിട്ട്, നമ്മൾ ഒരിക്കലും നമ്മളെ കൂടെ ഉള്ള ഫോട്ടോഗ്രാഫേഴ്സിനെ അല്ലെങ്കിൽ വേറെ ആൾക്കാരെ വിശ്വസിക്കാനേ പാടില്ല. എൻ്റെ അനുഭവം കൊണ്ട് പറയുന്നത് നമ്മളെ കൂടെ ഉള്ള ആരെയും വിശ്വസിക്കാൻ പാടില്ല. നമ്മൾ നമ്മുടേതായ രീതിക്ക് നിൽക്കുക. എല്ലാവരും ആയിട്ട് മിണ്ടണ കമ്മിറ്റ്മെൻറ്റ്സ് എല്ലാം വേണം, പക്ഷേ ഓവറായിട്ട് നമ്മൾ ആരെയും ട്രസ്റ്റ് ചെയ്യാനായിട്ട് പോകരുത്. കാരണം അവർ നമുക്ക് പണി തരാൻ വേണ്ടി മാത്രം നിൽക്കുന്നവരാണ്. നല്ലത് പറഞ്ഞു തരുന്നവരുണ്ടില്ലെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല, നല്ലത് പറഞ്ഞു തരുന്നവരുണ്ട്. അങ്ങനെ പറഞ്ഞു തന്നവർ ഒരു പക്ഷേ പറഞ്ഞു തന്നത് ഞാൻ കേട്ടിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല എന്ന് ഞാനിപ്പോൾ വിചാരിക്കുന്നു. എൻ്റെ അടുത്ത് ഞാനിങ്ങനെ ഒരു വെഡ്ഡിങ് വർക്കിന് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ നീ നോക്കിയും കണ്ടും മാത്രമേ നിൽക്കാവൂ, ആദ്യമേ പേയ്മെൻറ്റൊക്കെ കറക്റ്റ് പറഞ്ഞോണമെന്ന് പറഞ്ഞു തന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഞാൻ അതൊന്നും പറയാനോ ചോദിക്കാനോ ഒന്നും പോവാതെ അങ്ങ് നേരെ ചെന്ന് കയറി കുറഞ്ഞ എമൗണ്ടിൽ ലാസ്റ്റ് തിരിച്ചു വരേണ്ടി വരുന്നു. സോ എനിക്ക് പറയാനുള്ള ഇത്രയാണ്, നോക്കിയും കണ്ട് നിന്നാൽ നമുക്ക് എവിടെയായാലും പിടിച്ച് നിൽക്കാം. പിന്നെ കൂടുതലും എനിക്ക് റിയാക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല, കാരണം എപ്പോഴും നമ്മളെ അടിച്ചു താഴ്ത്തും. നമുക്ക് ഇതിൻ്റെ പേരിൽ നിന്ന് നമുക്ക് കേസൊന്നും കൊടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ, അത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഇതുപോലെ പറയാനേ പറ്റത്തുള്ളൂ. സോ ഇനി നിങ്ങളാരെങ്കിലും ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങുവാണെങ്കിൽ ഇതൊക്കെ നോക്കിയും കണ്ടുമൊക്കെ നിൽക്കണം. ഈ ഫോട്ടോ എടുക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്, ഇടുന്നുണ്ട്, റീച്ചുണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ട് അവർക്ക് ഭയങ്കര ഓക്കെയാണെന്ന് നിങ്ങളാരും വിചാരിക്കരുത്. ഭയങ്കര കഷ്ടപ്പെട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഒരുപാട് സ്ഥലത്തു നിന്നുള്ള അടിച്ചമർത്തലുകൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതൊക്കെ കിടന്നാണ് ഇപ്പോൾ ഈ ഒരു വർഷത്തിനിടയ്ക്ക് ഞാനിനി പഠിക്കാൻ പാടൊന്നുമില്ല, അങ്ങനെയുള്ള രീതിയിൽ പഠിച്ചു കഴിഞ്ഞു ഓൾറെഡി. നമ്മളിപ്പോൾ ഫോട്ടോ എടുക്കാൻ മാത്രമല്ല, അല്ലാതെ എങ്ങനെ സർവൈവ് ചെയ്യണം, ഇത്രയും ആൾക്കാർക്കിടയിൽ നമ്മൾ എങ്ങനെ സർവൈവ് ചെയ്യണമെന്നുള്ളത് കൂടി നമ്മൾ പഠിക്കും. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഓക്കെ, ദെൻ ബൈ ബൈ, സീ യു.